അലീന പോവാൻ തുടങ്ങുമ്പോൾ മനു പോവാൻ സമ്മതിക്കാതെ അലീനനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. എന്തായാലും അലീനയ്ക്കും സന്തോഷമായിട്ടുണ്ട്. എന്നിട്ട് മനു അലീനയോട് പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി, എല്ലാം സഹിച്ചങ്ങ് നിന്നോളൂ എന്ന്. പിന്നീട് ബാലചന്ദ്രനും മനു അലീനയും ഭക്ഷണം കഴിക്കുകയാണ്. അലീന അവിടെ നിന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം മനു അവരുടെ അടുത്ത് വന്നിരുന്ന് കഴിക്കാൻ പറയുന്നുണ്ട്. ബാലചന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന മനുവിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മനു അലീനയ്ക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്ക് അലീന അവിടെ നിന്നത് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, എന്നെ തോൽപ്പിച്ച് നീ അധികകാലം ഇവിടെ വാഴാന്ന് വിചാരിക്കേണ്ടാന്ന്. അലീന പറയും, എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല, ഏകദേശം ഇവിടുത്തെ ജീവിതം എനിക്ക് തൃപ്തിയായിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നീട് കമലേനെ വിളിച്ച് വൈജയന്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. മനു അലീനയ്ക്ക് വേണ്ടി വാദിച്ചതും അലീന പോവാതെ അവിടെ നിന്നതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിൽ മനുവിനോട് കമല പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നീ അവളെ പോയി അങ്ങ് കെട്ടിക്കോന്ന്. അപ്പോൾ മനു അതിന് നല്ല മറുപടി ആട്ടോ കമലയ്ക്ക് കൊടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിച്ചോളാം എന്നാണ് പറയുന്നത്. എന്തായാലും മനു അലീനയ്ക്കൊരു താങ്ങും തണലൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി എന്തായാലും വരുന്ന എപ്പിസോഡൊക്കെ നല്ല അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും.